അപ്പൊ നമുക്കൊരു വാറ് കളിക്കും, അത് കഴിഞ്ഞിട്ട് വരാം. എടാ നിങ്ങൾക്ക് വാറ് കളിക്കുന്ന ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇവിടെ വെറുതെ പോയ വണ്ടിയിൽ വന്ന് പിറ്റ് ചെയ്ത് ഇടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്യാങ്സിൽ തിരിച്ചു കയറുന്നത് എങ്ങനെയാ? അത് വേറെ ആൾക്കാർ അപ്പാപ്പനെ കാര്യം പറയട്ടെ. അപ്പാപ്പ അതിന് ഞാൻ സോറി പറയാൻ റെഡിയാ. സോറി പറയാം, നമ്മുടെ ഭാഗത്ത് ഞാൻ സോറി പറയാൻ റെഡിയാ. കേക്കാൻ നമ്മൾ റെഡി അല്ലെങ്കിലോ? ജോണിയമ്മ ഞാനൊന്ന് സംസാരിച്ചോട്ടെ പയ്യെ. ബ്രോ, ഒന്നാമത്തെ കാര്യം, ഇവിടെ നമ്മൾ ചുമ്മാ നിൽക്കായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഈവൻ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും വന്നിട്ടില്ല. നിങ്ങളുടെ വണ്ടി വന്നിട്ട് ചുമ്മാ പിറ്റ് ചെയ്തു. അത് അന്വേഷിക്കാൻ പുറകെ മാനായിട്ട് ഞാനും ബ്ലേസ് എന്ന് പറഞ്ഞ നമ്മുടെ കൂടെ ഉള്ള പോയി. നിങ്ങൾ നിർത്തിയില്ല, വീണ്ടും പിറ്റ് ചെയ്ത് നേരെ വന്ന് ഗ്യാങ് ഹൗസിന്റെ ഉള്ളിൽ കയറി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ സിറ്റുവേഷൻ, ഇന്നലെ നമ്മുടെ കോലീഡറിനെ നിങ്ങളെ കുറെ പേര് ഗണ്ണെയിം ചെയ്ത് രണ്ടാമത്തെ സിറ്റുവേഷൻ. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ നിങ്ങളുടെ മാന എടുത്ത് ചോദിക്കാൻ നിന്നപ്പോ കുറെ പച്ചക്കേട്ടുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടി എടുത്ത് നേരെ വെച്ചിരിക്കാൻ പറയൂ. ഇവിടെ സംസാരിച്ചോണ്ടിരിക്കില്ലേ? ഇത് സംസാരിച്ചതിന് ശേഷം ഞാൻ വാറുണ്ടാക്കിയാൽ മതി. അപ്പൊ ഇടിച്ചു വന്നിട്ട് ഇനി എന്തിനു സംസാരിക്കുന്ന ഇവന്മാരോട്? ഇവിടെ സംസാരിക്കല്ലേ, മാറി നടവാക്കിയല്ല. ഈ വാറ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ നമുക്ക് സിറ്റുവേഷനോ എന്താ വെച്ചാൽ നമുക്ക് റെഡിയാക്കാം. ലൈക്ക് ഇപ്പൊ നമുക്ക് എനിക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാൻ താല്പര്യം. നമ്മുടെ ഭാഗത്തുനിന്നായാലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സോറി പറയാൻ ഞാൻ റെഡി. ഇപ്പൊ നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യമില്ല. ശരി, എന്നൊരു കാര്യം ചെയ്യ്. അവൻ ആ വണ്ടി ഇവിടെ വന്ന് എന്തോ പച്ചത്തിട്ടോ പട്ടിത്തിട്ടോ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സിറ്റുവേഷൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇന്നലെ സിറ്റുവേഷൻ എടുത്തേ? ബ്രോ, ഇന്നലെ നമ്മൾ എടുത്തിട്ടില്ല സിറ്റുവേഷൻ. നിങ്ങളുടെ കൂടെ ഉള്ള പഴശ്ശി പറഞ്ഞല്ലോ, നീ സമ്മതിച്ചത് നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ തന്നെ. പക്ഷേ ബ്രോ ഞാൻ പറയട്ടെ, നമ്മുടെ ഗ്യാങ്ങിൽ നമ്മളെ അപ്പ സിറ്റിയിൽ ഒരുത്തനുണ്ടായിരുന്നില്ല. നമ്മുടെ കൂടെ ഉള്ള എടാ പഴശ്ശി, ഇന്നലെ ഇവരാന്ന് സമ്മതിച്ചില്ലേ സിറ്റുവേഷൻ എടുത്തത്? ഫാൽക്കനെ കണ്ടെങ്കിൽ കൈ ഇപ്പൊ എന്താ മാറ്റി പറയുന്നേ? ഇന്നലെ സമ്മതിച്ച കാര്യമാണ്. ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞ് അവരത്രയും പേരെ അടിച്ച് ഡൗൺ ആക്കി ഇട്ടിട്ട് ഞാൻ പറയാം, നിങ്ങൾ അത്രയും പേരെ നിങ്ങൾ അടിച്ച് ഡൗൺ ആക്കി ഇട്ടു. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം സിറ്റുവേഷൻ എടുത്തോന്ന് പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങളായിട്ട് സിറ്റുവേഷനാ. നിങ്ങൾ അതിനിടയിൽ ഈ KKB ആയിട്ട് സിറ്റുവേഷൻ എടുത്ത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ പറയണേക്ക്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പൊ കറണ്ട് സിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഡൗൺ ആക്കി. ഞാൻ പറയട്ടെ, അല്ല അവരെവിടെ നമ്മളെടുത്ത് പറയാതെ അല്ല നമ്മള് പറഞ്ഞിട്ടില്ലല്ലോ. അവര് സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ വെറുതെ വന്ന് ഫയർ ചെയ്ത് എയിം ചെയ്ത് KKB വണ്ടിക്കിട്ട് അടിച്ചു, എന്നിട്ട് സ്വന്തമായിട്ട് തല്ലിക്കൊന്നപ്പോ റീസ്പോൺ ആവേണ്ട കാര്യം എന്തുവാ? സംസാരിക്കണ്ടേ? നമുക്കറിയണ്ടേ എന്താണ് കാര്യം? ഇപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ സിറ്റുവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ? നമ്മളായിട്ട് വേണമെന്ന് പറഞ്ഞ് വരുന്നതല്ല, നിങ്ങളായിട്ട് ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഭാഗത്ത് ആകെ അന്ന് അപ്പൊ സിറ്റിയിൽ ഉണ്ടായിരുന്ന 5 പേര്, ഞാൻ അടക്കം 5 പേര്, അതിനകത്ത് 4 പേര് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞത്. ആ 4 പേര് നിങ്ങൾ അടിച്ചിട്ടു. ഞാൻ അവിടെ ഒരു വേറെ വാറൊക്കെ ഇവന്മാര് വരുമോ? ഇപ്പം ഇവിടെ അവന്മാരെ ഒന്ന് സോറി പറഞ്ഞിട്ട് പോവാണെങ്കിൽ നമ്മളിവിടുന്ന് ക്ലിയർ ചെയ്ത് തരാം. അതാ പറഞ്ഞ വാറിന് പോയേക്കോ അല്ല, അതാ ഞാൻ പറഞ്ഞത്. പുറത്തിറങ്ങാൻ പറ്റില്ല.
കേക്കാവോ എടാ ഹലോ കേക്കാവോ ഹലോ കേക്കാവോ അതെ അവന് മുട്ടി നിൽക്കുവാണ് വെടിവെക്കാൻ വേണ്ടി നമുക്ക് ഗെയിം ചെയ്യുന്ന അവര് മുട്ടിക്കാണല്ലോ ഗേറ്റിന് അവിടെ നിൽക്കുന്നത്. അല്ല ജോണി മാമ സംഭവം ഞാൻ പറയാം. വെറുതെ നിൽക്കുന്ന വണ്ടി വന്ന് പിറ്റ് ചെയ്തിട്ട് ഇവന്മാര് ഗണ്ണെടുത്തോണ്ട് വന്ന് നമ്മുടെ അടുത്തേക്ക്. എടാ അകത്തോട്ട് ഫയർ ചെയ്യല്ലേ, അകത്തോട്ട് വേറെയല്ലേ അമ്മാരെ തരുന്ന ഒരു വെടി പൊട്ടാതെ തിരിച്ചടിക്കരുത്. ജോബ് നീ ബ്രോ ഹലോ ഇവനേതാ ബ്രോ കേക്കാവോ ബ്രോ ഇപ്പൊ ഓക്കെ വിളിച്ചെങ്കിൽ ഓക്കെ ബ്രോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിനിറ്റ് കേക്കത്തില്ല. ഇത്രേ ഉള്ളൂ. നീയൊക്കെ അങ്ങനെയാണെങ്കിൽ നാളെ അവിടെ സിറ്റുവേഷൻ എടുക്കാം. അല്ല ഇന്നല്ല, ഇന്ന് നീ ചെയ്തതിന് ഇന്ന് ഇത്രയും പറയണം, നാളെ അല്ല പറയണ്ടേ. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഒരു സിറ്റുവേഷനിലാണ്. എന്താ പിന്നെ എന്തിനാ നീ പിന്നെ രണ്ടാമത് സിറ്റുവേഷൻ വലിച്ചെന്തിനാ? നീ വേറെ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ സിറ്റുവേഷൻ പിടിക്കാല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്തിനാണ് ഇത് നമ്മളായിട്ടല്ല സിറ്റുവേഷൻ പിടിച്ചത്, നീയൊക്കെ ഇന്നലെ സിറ്റുവേഷൻ പിടിച്ചേ. ഇവിടെ അല്ലല്ല ബ്രോ ഒരു മിനിറ്റ് ബ്രോ ഇപ്പൊ നമുക്കൊരു വാറുണ്ട്. നിങ്ങൾക്ക് വാറിന് ഞാൻ പറയാം ഇത് സോറി അല്ല പറ്റത്തില്ല. ഇപ്പം അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പൊക്കോ വാറിന്. വണ്ടിക്കാരെ അടിച്ച് പൊട്ടിക്കാനില്ലാത്തേ ഇവിടെ ഒറ്റടുത്ത് ഇറങ്ങണ സൈഡിൽ കുത്തി അങ്ങ് അടിക്കുക ഒരു സെറ്റാ. ഇറങ്ങി അടിക്കണോ? അവനങ്ങ് ഞെക്കിയല്ലോ, നമുക്ക് ഞെക്കിയല്ലോ. ഈ വണ്ടി കയറാ എല്ലാരും വണ്ടി കയറടാ മേളിലൊരുത്തനുണ്ടായിരുന്നു വണ്ടി വന്നായിരുന്നു. എവിടെ പോയവൻ? അവനങ്ങോട്ട് പോയി ഓ അവിടെ കുത്തിച്ചെടുക്കേ എടാ ഓക്കെ നമ്മുടെ വണ്ടിയെ ഇടിച്ചു കൊല്ലല്ലേടാ നമ്മളെ കൂടെ. ഇതേപോലെ ഇന്നലെ ഇതുപോലെ ആയിരുന്നു, മാനുവൊക്കെയായിരുന്നു. ഓല് ചേച്ചിരുന്നു, അവൻ സ്റ്റക്കായി. ഗ്യാങ്സ് കയറ്റാൻ സമയത്ത് ഇടിച്ചു മാറ്റി. എടാ ടീം ഫയർ ആവല്ലേ ചേട്ടാ.
അവൻ ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും നോക്കി കേൾക്കും. അല്ല റൈറ്റിൽ തന്നെ ഫയർ ചെയ്യാനും പറ്റില്ലല്ലോ കൊണ്ടോ. ബാഗ് ക്ലിയറാ ബാഗ് ക്ലിയറാ. വന്നോ പുഷ് ചെയ്ത് വന്നോ. എടാ അത് നമ്മുടെ അപ്പുറത്തൂടെ കേറാ. കുറച്ചുപേര് അപ്പുറത്തുനിന്ന് വാ. ഇതാ പറഞ്ഞ കുറച്ചുപേര് അപ്പുറത്തുനിന്ന് വരാൻ.